ഹലോ ഗൈസ്. ഈ ഒരു മന്തിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടലി 4 വേക്കൻസീസ് പറയുന്നുണ്ട്. ഈ 4 വേക്കൻസീസും ഹയർ ചെയ്യുന്നത് കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. ട്യൂട്ടർ കോംബ് ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അക്കാദമിക് അസോസിയേറ്റീവിനെ ഹയർ ചെയ്യുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ജൂനിയർ .NET ഡെവലപ്പറെ ഹയർ ചെയ്യുന്നുണ്ട്. മന്ത്ര IT സൊല്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനി ജൂനിയർ SEO എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഫെദർസോഫ്റ്റ് ഇൻഫോ സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയറെയും ഹയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പറയുന്ന എല്ലാ വാക്കൻസീസും ജൂനിയർ പൊസിഷനാണ്, അതായത് ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. 0 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോബ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. ഈ ഒരു മന്ത് എൻഡിങ്ങിലായിരിക്കും നമ്മുടെ സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എൻഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ടൈം ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഞാൻ ടൈം ഒട്ടും കളയുന്നില്ല, ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് അക്കാദമിക് അസോസിയേറ്റീവ് ആണ്, അതായത് ഓപ്പറേഷൻസ് ആണ്. ഇത് ഹയർ ചെയ്യുന്ന കമ്പനി ട്യൂട്ടർകോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോപാക്കിൻ്റെ വെബ്സൈറ്റിലാണ്. നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റിലോട്ട് നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പനി പ്രൊഫൈൽ ഉണ്ടാകും, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ID വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റിൽ നേരിട്ട് പോകാം. ഞാനിപ്പോൾ തൽക്കാലം ഇൻഫോപാക്കിൻ്റെ വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു ജോബ് റോളിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഇതിലൂടെ പറയുന്നത് സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻറ്റ്, ഐഡൻറ്റിഫൈസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ബൈ ഐഡൻറ്റിഫൈങ് പ്രോസ്പെക്ട്സ്, പ്രിപ്പയർ റിപ്പോർട്ട്സ് ബൈ കളക്ടിങ് അനലൈസിങ് ആൻഡ് സമ്മറൈസിങ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിൻസ് ക്വാളിറ്റി സർവീസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് ഓർഗനൈസേഷണൽ സ്റ്റാൻഡേർഡ്, കോൺട്രിബ്യൂട്ട്സ് ടു ടീം എഫേർട്സ് by accomplishing related result as needed, communication skill വേണം, answer telephones and respond to inquiries from clients, പിന്നെ deal with customer complaints, supporting other teams with various administrative tasks. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കിട്ടാവുന്ന കീവേഡ്സ്, ഇവിടുന്ന് കിട്ടാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. അതിനുശേഷം ഒരു CV പ്രിപ്പയർ ചെയ്ത CV കൊണ്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല ഇവിടെ പ്രിഫറിങ് ഫ്രഷേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്ന സ്കിൽസ് എന്ന് പറയുന്നത് സ്ട്രോങ് റിട്ടൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓർഗനൈസ്ഡ് വിത്ത് അബിലിറ്റി ടു പ്രയോറിറ്റൈസ് മൾട്ടി ടാസ്ക്, റിലയബിൾ ആൻഡ് പേഷ്യൻസ് ഓഫ് പ്രൊഫഷണലിസം, വില്ലിംഗ് ടു വർക്ക് ഇൻ ഷിഫ്റ്റ്. ഇത്രയും മാത്രമാണ് പറയുന്നത്. ഇവിടെ ജോബ് ലൊക്കേഷൻ ഇൻഫോ പാർക്ക് കൊച്ചി. നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് യൂസ് ചെയ്തിട്ടൊരു CV പ്രിപ്പയർ ചെയ്യുക. ആ CV ഈ പറയുന്ന ഇമെയിൽ IDയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ജൂനിയർ .NET ഡെവലപ്പറാണ്. ഹയർ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു ജോബ് റോളിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 6 months ഓഫ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഈസ് മാൻഡേറ്ററി. ഇപ്പോൾ ഈ ഒരു 6 month കോഴ്സ് കഴിഞ്ഞ ആൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയാൻ നോക്കാം. ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഈ ജോബ് റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വി ആർ ലുക്കിംഗ് ഫോർ ഗുഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ വിത്ത് ഗുഡ് നോളേജ് ഓഫ് HTML, jQuery, VB, C#, MS SQL, ഈ പറയുന്ന കോഡിംഗ് ലാംഗ്വേജസിലേക്കെല്ലാം നോളേജ് വേണമെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഡിസൈൻ ഡെവലപ്പ് ആൻഡ് മോഡിഫൈ മൈക്രോസോഫ്റ്റ് ASP.NET, ഡിസൈൻ ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ SQL ഡാറ്റാബേസ്, എക്സ്പീരിയൻസ് ഇൻ ക്ലയൻറ്റ് സൈഡ് ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് HTML, CSS, JavaScript, jQuery, deploy .NET system to various production and pre-production environment and troubleshooting issues, create technical documentation such as design documents, specifications, software architecture documents and instructions. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 6 month സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുക. അതിനുശേഷം ഒരു CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. അവർ ഇമ്മീഡിയറ്റ് ഫ്രഷേഴ്സിനെയാണ് ആവശ്യം. ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ, എക്സ്പീരിയൻസ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഇമെയിൽ IDയിലോട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. അടുത്ത ജോബ് റോൾ എന്ന് പറയുന്നത് ജൂനിയർ SEO എക്സിക്യൂട്ടീവ് ആണ്. ഹയർ ചെയ്യുന്ന കമ്പനി മന്ത്ര IT സൊല്യൂഷൻസ് ആണ്. ഇവരിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്ര മാത്രം റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ SEO എക്സിക്യൂട്ടീവിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഈ 6 കീ പോയിൻറ്റ്സും ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യുക. കാരണം ഇത് ചെറിയൊരു റെസ്പോൺസിബിലിറ്റീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. എന്താ പറയുന്നത് വെച്ചാൽ കണ്ടക്ട് കീവേഡ് റിസർച്ച് ആൻഡ് കോമ്പറ്റീറ്റർ അനാലിസിസ്, ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് SEO ഒപ്റ്റിമൈസേഷൻ,
create high quality SEO friendly content, track and analyze website traffic and SERP ranking, build and maintain relationships with the industry contacts, സ്റ്റേ അപ് ടു ഡേറ്റ് വിത്ത് ലേറ്റസ്റ്റ് SEO ട്രെൻഡ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. മാത്രമല്ല ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്കും അപ്ലൈ ചെയ്യാം, ട്രൈ ചെയ്യാം ഡെഫിനറ്റ്ലി. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനോട്ട് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐഡിയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് ജോബിലുള്ളതെന്ന് പറയുന്നത് ജൂനിയർ ഡെവോപ്സ് എഞ്ചിനീയർ ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റീസാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വായിച്ച് പോകുന്നില്ല, ടൈം കളയുന്നില്ല. സോ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് വന്നിട്ട് നിങ്ങൾക്കത് വായിക്കാം. പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നത് ലിനക്സ് സിസ്റ്റം എക്സ്പെർട്ടൈസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ സ്കിൽസ്, ഓട്ടോമേഷൻ, സ്ക്രിപ്റ്റിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് സ്കിൽസ്, സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ് മാനേജ്മെൻറ്റ്, മോണിറ്ററിംഗ് ആൻഡ് പെർഫോമൻസ് ട്യൂണിംഗ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്. പിന്നെ ഇത്രയും മാത്രമാണ് പ്രിഫേർഡ് സ്കിൽസിൽ പറയുന്നത്. ഇനി ഏതൊക്കെ ടൂൾസിൽ നോളേജ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ടൂൾസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണമെന്ന് പറയുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ടർ ആൻഡ് അബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫ്രഷേഴ്സിനെയാണ്. അത് 0 to 1 years ഓഫ് എക്സ്പീരിയൻസിൽ ആൾക്കാരെയാണ് നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഡെവലപ്സ് എഞ്ചിനീയർ ആണ് നിങ്ങൾ നോക്കുന്ന ജോബുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമെയിലിലോട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും.